ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ ഗൈസ്? ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ പറയൂ ഞാൻ എവിടെയാണെന്ന്. അയ്യോ എന്തൊരു അടിപൊളിയാണ് കാണാൻ വേണ്ടി. നമുക്കിനി ആ മലയുടെ മുകളിലേക്ക് കയറി പോകണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അത്. കണ്ട മക്കളെ, കോടമഞ്ഞ് കണ്ട നിങ്ങൾ കണ്ട? കണ്ട ഇതിലും വഴിയൊക്കെ നമുക്ക് താഴത്തുനിന്ന് ഇങ്ങനെ കയറി വരാം. നല്ല അടിപൊളി കോടമഞ്ഞുള്ള സ്ഥലം. കുറച്ച് കണ്ണാടൊക്കെ വെച്ച് സെറ്റപ്പ് ആയിട്ടിരിക്കാം. ഫുള്ള് കോടമഞ്ഞായി. ഇനി മുകളിൽ കയറാൻ പോവാം. എൻ്റെ അമ്മോ അടിപൊളി. നിങ്ങളെല്ലാവരും എന്തായാലും വരണം ഈ സ്ഥലത്തേക്ക്. കളിക്ക് പോകാനുള്ള വഴി പോലും കാണാനില്ല, അതുപോലെ ഫുള്ള് കോടയായി ഇവിടെ. എന്തൊരു ബ്യൂട്ടിഫുള്ളാ. ഇനി മുകളിലെത്തുമ്പോ കാണാൻ പോലും പറ്റൂല ആര്. കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ കുറെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതും കൊക്കയുടെ ഉള്ളിലേക്ക് സൂം ചെയ്തെടുക്കാം. കണ്ട അയ്യോ പേടിയാവണോ എനിക്ക്. കണ്ട ഈ മലയാണ് നമ്മളിനി കയറാൻ പോകുന്നത്. എല്ലാവരും വന്നിട്ടുണ്ടാവും ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കോടവരും പോവും. അതാണ് മെയിനായിട്ട് ഇവിടെ കാണണ്ടത്. ഇപ്പം സമയം 9:45 പക്ഷെ ഇത് കണ്ട എന്തൊരു ഭംഗി. എൻ്റെ അമ്മോ, സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ നേരെ താഴ്ത്തിക്ക് തന്നെ എത്താം. കയറി ഇവിടം വരെ എത്തി. ഈ ബാക്കി മേലെ എത്തി കാണിച്ചു തരാം. മുകളിലെത്തി ഗായ്സ്. ഞാൻ ആ ബാക്കി കാണുന്നതാണ്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കണ്ടോ? അയ്യോ അവിടെയൊക്കെ കണ്ട നിറച്ച് കോട. ഇപ്പോൾ വീണ്ടും രണ്ടാമത് കോട വന്നിങ്ങനെ ഫുള്ള് മൂടാനായി. അവിടെ കണ്ട അവിടെ അയ്യോ ഇവിടെ നിൽക്കും. ഇവിടെ ഫുള്ള് ഒന്ന് മൂടി. തിരിച്ചിറങ്ങാൻ പോവാ നമ്മൾ. മഴ പെയ്യുണ്ട്. താഴെ വെച്ചിട്ട് താഴെ ഇറങ്ങണായിട്ട് ചക്കര ാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നു കുറേ ഫോട്ടോ എടുക്കാം. വാവായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ നിന്നെടുക്കാം, കിടന്നെടുക്കാം. കണ്ടോ ബാക്കിലൊക്കെ നിറച്ച് ആൾക്കാർ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. സൂക്ഷിച്ച് വരണമെന്ന് മാത്രം. പക്ഷെ ഇനി നമ്മൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോവാം. പക്ഷെ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഒരു ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വരും. അതിനുശേഷം നമ്മൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ഇവിടെ പോവും.
ഇതിലും വഴി കയറി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഒറ്റയ്ക്ക് ട്രിപ്പൊക്കെ പോകാം. പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ലോകത്ത് എന്തോരം കാര്യങ്ങളാണ് കാണാൻ വേണ്ടി കിടക്കണം. ഇപ്പോൾ ചാണകത്തിലൊന്നും ചവിട്ടരുത്, ചാണകത്തിൽ ചവിട്ടാണ് ബന്ധി. ഞാൻ അവിടേക്ക് ജീപ്പിലാണ് വന്നത്. ജീപ്പിൻ്റെ ഷോട്ടൊക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ. എന്തോരം ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ലോകത്ത് കാണാനുള്ളത് നമുക്കല്ലേ. അപ്പോൾ ദൈവം നമുക്ക് കാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കാണണം. ഈ കാഴ്ചയില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, അയ്യോ എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ശരിക്കും എന്തൊരു ഭാഗ്യമുള്ള ആൾക്കാരാ. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇതിനകത്ത് കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെ വരെ ജീപ്പിൽ കൊണ്ടുവരും നമ്മളെ. വട്ടം വരുമ്പോൾ ആ മലേൻ്റെ മേലെ കയറണം. കണ്ട, അതാണ് ശരിക്കും ബാക്ക് സൈഡ് കയറണത്. അവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഇതിൻ്റെ മേലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നേരത്തെ ആ ഫോഗിൻ്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാരെ കാണിച്ചു തന്നില്ലേ, അവിടെ വരെ വേണമെങ്കിൽ പോകാൻ പറ്റും. നമുക്ക് ഈ കുഴയുടെ ഉള്ളിൽ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കാം. എസ്തെറ്റിക് ചൊറിയാമ്പുഴൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാംബു ട്രീ. അയ്യോ, നമ്മൾ നേരത്തെ കയറി വന്ന സ്ഥലമൊക്കെ നോക്കിയേ, ഫുള്ള് കോടമഞ്ഞിൽ മുങ്ങി. ഇവിടെ കടയൊക്കെ ഉണ്ട്. കോടമഞ്ഞിൻ്റെ ഭംഗിയൊക്കെ കണ്ട് താഴത്തേക്ക് നടന്നു പോവാം. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ ജീപ്പിലാവുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ജീപ്പിത്തെ ചേട്ടന്മാരെ കാണാനില്ല. പക്ഷെ നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടന്നു പോവാം. ആക്ച്വലി ഇതിലും വഴി ആ കാണുന്ന ആ പാറയുടെ അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ പോണ വഴി കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ റിസ്ക് എടുത്ത് പോകേണ്ട ആവശ്യമില്ല, വീണ്ടും വന്ന് കാണാമല്ലോ. കണ്ട, അവിടെ ഡേഞ്ചറിൻ്റെ സൈനൊക്കെ ഉണ്ട്. കാരണം സൂക്ഷിച്ചൊക്കെ പോകണം ഇതിലും വഴി. ഇത് ആക്ച്വലി പുകയല്ല, ഫോഗാണ്. പെട്ടെന്ന് കാണുമ്പോൾ അടിയിൽ നിന്ന് എന്തോ കത്തിച്ചിട്ട് പുക വരണ പോലെ തോന്നും. പക്ഷെ ആക്ച്വലി ദിസ് ഈസ് നേച്ചേഴ്സ് ബ്യൂട്ടി. എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ വന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഒരു സാധനം കൊണ്ട് ഗൈസ് കാണിച്ചു തരട്ടെ എന്താണ്. നല്ല അടിപൊളി സാധനം. ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടൊരു എന്തോ സാധനം ഉണ്ടാക്കിയേക്കണം. അപ്പം അങ്ങോട്ടേക്കാണ് പോണേ. ഞാൻ പറഞ്ഞ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ, നമുക്ക് നോക്കിയിട്ട് വരാം. ഇതാ ഈ ജീപ്പിലാണ് ഞാൻ വന്നേ നേരത്തെ. ഇത് കാണണ്ട. അയ്യോ, ഇതാരോ എന്തോ ഉണ്ടാക്കി വെച്ചേക്കണ സാധന കണ്ട. നമ്മളിപ്പോൾ താഴത്തെത്താറായി. അപ്പോൾ നമുക്ക് വേഗം ഓടിപ്പോയാലേ താഴെത്താൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഇറക്കം പോലത്തെ വഴി. അപ്പോൾ നമുക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ വേഗം എത്താം. ഞാൻ കാണിച്ചിട്ട് അങ്ങനെ ഓടിപ്പോണ്ടിരുന്നു. ഇങ്ങനെ പോയാൽ മതി. ഇനി ക്യാമറ എൻ്റെ ഫോണോ. ഞാനിവിടുത്തെ ഒരു ചേച്ചിയുടെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയാണപ്പോഴേക്ക് വീഡിയോ എടുത്തു.
മതി മതി, നമ്മുടെ ജീപ്പ് വരുന്നുണ്ട് നമുക്ക്.